ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് കൃപ വേറൊന്നല്ല, കൺമണിയുടെയും കൃഷിയേട്ടൻ്റെയും വിവാഹം നടന്നിട്ടില്ലെങ്കിൽ, കൺമണിയുടെയും ഏട്ടൻ്റെയും വിവാഹം നടന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഞാൻ ജർമ്മനിയിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന സുജുവിന് നല്ല വിഷമാവുന്നുണ്ട്. പിന്നെയും ജയമോഹനെയും ഹേമയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജയമോഹൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അലിഗയിൽ പോയിട്ട് വരാം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഹേമ, എന്തിനാ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്? നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ, ഇനി എന്തിനാ വെറുതെ എന്ന് ചോദിക്കുന്നുണ്ട്. നീ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട, കാരണം നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് പലതും മറച്ചു വെച്ചു. അതുകൊണ്ടുകൂടി എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ മാനസ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മാനസ് പറയുന്നുണ്ട്, അച്ഛൻ എങ്ങോട്ടാ? ഞാൻ എന്ത് പോയാലും നിനക്കെന്താ ചോദിക്കുമ്പോഴത്തേനും നീ കാരണമാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അച്ഛനാണെങ്കിൽ അലിഗയിൽ പോകണ്ട, പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമൊന്നും തിരിച്ചു ചോദിക്കരുത്. പിന്നെ എനിക്കാണെങ്കിലോ ഉടനെ തന്നെ അലിഗയിൽ ജോയിൻ ചെയ്യണമെന്നും പറയുന്നുണ്ട്. എന്തായാലും സമാധാനപരമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട് അച്ഛാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു. പിന്നെയും ഹേമയും മാനസയും കൂടി സംസാരിക്കുന്നുണ്ട്. എന്താ നിൻ്റെ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും മാനസ പറയുന്നു, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഹേമ പറയുന്നുണ്ട്, ബലരാമനെ കുറിച്ച് പറഞ്ഞതെല്ലാം തന്നെ നുണയല്ലേടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ അമ്മയ്ക്കും അച്ഛനും സന്തോഷകരമായിട്ട് നിൽക്കാനുള്ളൊരു കാര്യം കൂടിയാണെന്ന് പറയുന്നു കേട്ടോ. പിന്നെയും വരുണിനെയും അതുപോലെ തന്നെ അനിരുദ്ധനെയും കാണിക്കുന്നുണ്ട്. അനിരുദ്ധനാണെങ്കിലോ നേരിട്ട് ഇനി കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. ഒരു ഗുണ്ടയെ വെച്ചിട്ട് തന്നെ വരുണിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് അന്ന് ബലരാമനെ ജയിലിൽ വെച്ച് കൊത്തിയിട്ടുള്ള ആ ഗുണ്ടയെ വിളിച്ച് വരുത്തുന്നുണ്ട്. ഇവനാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആൾ, വരുണിന് വേണ്ടി ഇനി ഇവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു. ആരെ എന്താന്ന് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ എന്താ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. തന്നെ കണ്ടിട്ട് അങ്ങനെ റൗഡിയാണെന്ന് തോന്നുന്നില്ലല്ലോ, ഞാൻ എന്താ കാര്യങ്ങളൊക്കെ നടത്തും. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അനിരുദ്ധൻ പറയുന്നുണ്ട്, ആ കൃഷിനെ അങ്ങ് വെറുതെ വിട്ടേക്ക്, നിനക്ക് കൺമണിയല്ലേ വേണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ, വേണ്ട, എനിക്ക് രണ്ടുപേരെയും രണ്ട് സ്ഥലത്താക്കണം, അല്ലെങ്കിൽ കാന്തം പോലെ ഒട്ടും അവർ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ കാശ് പറഞ്ഞ പൈസ തരണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ തീർച്ചയായും തരാമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവ് സാറിനെയും കൺമണിയും കൃഷ്ണയും ഒക്കെ തന്നെയാണ് കേട്ടോ. അതിനുശേഷം തന്നെ ദേവ് സാറ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമ്മതമല്ലേ? നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് കേൾക്കണം, എതിർത്തൊന്നും പറയാൻ നിൽക്കണ്ട. ബലരാമനെക്കുറിച്ചും ജയമോഹനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബലരാമനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ സർ, സാർ എന്തൊക്കെയാണ് പറയുന്നത്? മാത്രമല്ല ജയമോഹൻ അങ്കിളിൻ്റെ കാര്യമാണെങ്കിൽ കൃപയെ നോക്കിയത് അവരുടെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണോ ഉദ്ദേശം? അത് പണത്തിന് വേണ്ടിയാണെങ്കിൽ തിരിച്ച് ഞാൻ കൊടുക്കും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളാണ് എനിക്ക് വലുതെന്ന് പറയുന്നു. കൺമണി പറയുന്നുണ്ട്, സർ ഒന്ന് തണുത്ത് നിൽക്ക്, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ച നടത്തണമെന്ന് ദേവ് സാറ് പറയുന്നു. ഇപ്പം എല്ലാവരും അംഗീകരിക്കും നിങ്ങളുടെ കല്യാണം നടക്കാനായിട്ട് പോകുന്നു, നാട് മൊട്ടൊക്കെ ഉത്സവം പോലെ നടത്തും. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നു നിൽക്കുക, കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അല്ലാണ്ട് കൺമണി നിനക്ക് വിവാഹം ചെയ്തു തരണ്ടായിരുന്നു, കാരണം ഇവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ നോക്കുമായിരുന്നു. നിൻ്റെ ഈ കുരുത്തങ്ങളുടെ സ്വഭാവം കാരണം മനുഷ്യന് മനസ്സമാധാനമല്ല. അപ്പം സാറ് കൺമണിയുടെ ആളായോ? ഞാൻ എപ്പോഴും ഇവളുടെ ആളല്ലേ, പിന്നെ അല്ല നിൻ്റെ ആളാ എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും അപ്പം എന്നെ ഒന്നും വേണ്ട, എടാ നിൽക്കടാ, നിന്നെ അല്ലാതെ എനിക്ക് ആരെടാ ഇഷ്ടം? നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കൺമണിയെ പോലെ ഒരു നല്ല കുട്ടിയെ നിനക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് കേൾക്കണം, അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരുള്ളൂ. ഇല്ല സർ, ഞങ്ങൾക്ക് പോവാം. അപ്പോൾ തന്നെ അവിടെ ഒരു ഗുണ്ട ഇവർ പോണത് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഇറങ്ങി എന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ ദേവ് സാർ പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് രണ്ട് വണ്ടിയിലും പോകുന്നത്, ഒരു വണ്ടിയിൽ പോയാൽ പോരെ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് പിന്നെയും പറഞ്ഞ് അങ്ങ് പോവാലോ എന്ന് പറയുന്നു. അപ്പോഴത്തേനും ഇവരുടെ പ്ലാനിങ് ഒക്കെ മുടങ്ങിയിട്ടോ. അതിനുശേഷം തന്നെ വരുണും ഗുണ്ടയും തന്നെ കാണിക്കുന്നത്, ദാൻ്റെ കാര്യം വല്ലതും നടക്കുമോ? ആ ദേവ് സാർ അവരുടെ കൂടെ പോവുകയാണെങ്കിൽ അയാളെ അങ്ങ് മാറ്റണം, അല്ലാതെ എന്താ എന്ന് പറയുന്നുണ്ട്. ഗുണ്ടകൾക്ക് ഒരു നിയമങ്ങളുണ്ട്, അത് ലംഘിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നു. ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തി ഉണ്ടല്ലോ നിൻ്റെ വയറ്റിൽ കയറ്റുന്ന രീതിയിൽ പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അച്ഛനെയാണ്. അമ്പലത്തിൽ വന്നിട്ട് സുജാത മേഡം എൻ്റെ മകളെ അംഗീകരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉണ്ണി നമ്പൂതിരി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്, വിഷമിക്കുന്നത്? ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചില പൊട്ടിത്തെറികളൊക്കെ ഇന്ന് നടക്കും, പക്ഷെ എന്നാലും കൺമണിയും അതുപോലെ കൃഷ്ണനും
എന്തായാലും ഒന്നാവും. ഭഗവാൻ അതാ ഇഷ്ടം. അങ്ങനെ തന്നെ നടക്കും. അപ്പം നമ്പൂതിരിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ, അവരുടെ വിശേഷങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാധാനമായിട്ട് ഇരിക്കുന്നേ എന്ന് പറയുന്നു. പിന്നെയും സാഗറിനെയും ദേവ്സാറിനെ കാണിക്കുന്നത്. സാഗർ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ജയമോഹൻ എന്ത് പറഞ്ഞാലും കുറച്ച് താന്നു കൊടുക്കുകയായിരിക്കും നല്ലത്. ഇവിടെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജയമോഹൻ. അങ്ങനെ എനിക്കൊരിക്കലും ദേവ്സാർ ജയമോഹൻ്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് നോക്കാം, പറഞ്ഞ് തീരുമാനമാക്കാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ജയമോഹൻ അങ്ങോട്ട് വരുന്നുണ്ട്. അലിഗയിൽ വരണമെങ്കിൽ പണ്ടൊക്കെ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് അവകാശത്തോട് കയറി വരാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാനൊരു അന്യനെ പോലെയാണെന്ന് പറയുന്നു. അത് പറയുമ്പോഴത്തേനും അങ്ങനെയൊന്നും അല്ല, അത് സത്യമുള്ള കാര്യമല്ലേ പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് ഇതിൽ നിന്ന് കൃഷി എന്തായാലും ഒഴിഞ്ഞു നിന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കർഷും അതുപോലെ കൺമണിയും വരുന്നുണ്ട്. ഞങ്ങൾ പറയാം അതിനുത്തരം. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുക, ജയമോഹൻ പറയട്ടെ. അല്ല സാഗർ, അവർ പറയട്ടെ, കൃഷും ജയമോഹനും കൂടി തീരുമാനം എടുക്കട്ടെ എന്ന് ദേവ് സാറും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, സാറ് ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കഴുത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് സാറ് കാല് കെട്ടിയത്. അതായത് മാനസയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ തലേ ദിവസം. ഞാൻ എന്ത് ചെയ്യാനാണ് സാറിൻ്റെ മകളായിട്ട് എന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്ക്, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സാറിന് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ജയമോഹന് മനസ്സ് നലിയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് വിശേഷം കഴിഞ്ഞ് പ്രമായിട്ട് കാണാം കേട്ടോ.